ആയുധധാരികളായ ഒരു സംഘം 5 ഇന്ത്യൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി. പിന്നിൽ ISIS ബന്ധമുള്ള സംഘടനയെന്നാണ് പ്രാഥമിക നിഗമനം. പ്രാദേശിക വൈദ്യുതീകരണ പദ്ധതികളിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇവരെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. തൊഴിലിടത്തെ മറ്റ് ഇന്ത്യക്കാരെയെല്ലാം തലസ്ഥാനമായ ബമോക്കോയിലേക്ക് മാറ്റിയതായി കമ്പനിയുടെ പ്രതിനിധി അറിയിച്ചു. തട്ടിക്കൊണ്ടുപോകലിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. പടിഞ്ഞാറൻ മാലിയിലെ കോബ്രിക്ക് സമീപം വ്യാഴാഴ്ചയാണ് ആയുധധാരികളായ ഒരു സംഘം ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയത്. 2012 മുതൽ തുടർച്ചയായ അട്ടിമറികളും ജിഹാദിസ്റ്റ് ആക്രമണങ്ങളും മൂലം ഭരണകൂടത്തിന് സ്വാധീനം നഷ്ടപ്പെട്ട മാലിയിൽ വിദേശ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുന്നത് സാധാരണയാണ്. സൈനിക ഭരണകൂടത്തിന് കീഴിലുള്ള രാജ്യം വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ആക്രമണങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ISIS ബന്ധമുള്ള ഗ്രൂപ്പ് ഫോർ ദ സപ്പോർട്ട് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ് അടുത്തിടെ ഇന്ധന ഉപരോധം ശക്തമാക്കിയതിന് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബറിൽ JNIM സംഘം UAE പൗരന്മാരെയും ഒരു ഇറാൻ പൗരന്മാരെയും തട്ടിക്കൊണ്ടുപോയിരുന്നു. പിന്നീട് ഏകദേശം 50 ദശലക്ഷം US ഡോളർ മോചനദ്രവ്യം നൽകിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച ഇവരെ മോചിപ്പിച്ചത്. 2012 തുവാരക് കലാപത്തിൽ നിന്ന് രൂപം കൊണ്ട സംഘടനയാണ് JNIM. വടക്കൻ മാലിയിൽ നിന്ന് രാജ്യത്തെ മധ്യഭാഗങ്ങളിലേക്കും അയൽ രാജ്യങ്ങളായി ബർക്കിനാഫിസോ, നൈജർ എന്നിവിടങ്ങളിലേക്കും ക്രമേണ സ്വാധീനം വർദ്ധിപ്പിച്ചു. തങ്ങളുടെ ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ കർശന നിയമങ്ങളാണ് ഈ സംഘം നടപ്പാക്കിയിട്ടുള്ളത്. യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും പൊതുഗതാഗതത്തിൽ സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അൽ ഖ്വയ്ദ സംഘത്തിന്റെ സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം അൽ ഖ്വയ്ദ എന്നത് 1998 ഒബാമ ബിൻ ലാദനും മറ്റുള്ളവരും സ്ഥാപിച്ച ഒരു തീവ്രവാദ ഇസ്ലാമിക സംഘടനയാണ്. മുസ്ലിം ലോകത്തെ ഒരൊറ്റ ഇസ്ലാമിക ഖിലാഫത്തിന് കീഴിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ഒരു പാൻ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പാണിത്. അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ കാരണം ഐക്യരാഷ്ട്ര സംഘടനയും നിരവധി രാജ്യങ്ങളും ഇതിനെ ഭീകര പ്രസ്ഥാനമായി കണക്കാക്കുന്നുണ്ട്. 1988 അഫ്ഗാനിൽ സോവിയറ്റ് യൂണിയനെതിരെ പോരാടിയ മുജാഹിദീൻ പോരാളികൾക്കിടയിൽ നിന്നാണ് ഈ സംഘടന രൂപപ്പെട്ടത്. അബ്ദുള്ള അസമനും ഒസാമ ബിൻ ലാദനും ഇതിന്റെ സ്ഥാപകരിൽ പ്രധാനികളാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാശ്ചാത്യ രാജ്യങ്ങളെയും സഖ്യകക്ഷികളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. 1998 US എംബസി ബോംബാക്രമണങ്ങൾ, USS കോഷ് ബോംബിംഗ്, 2001 സെപ്റ്റംബർ 11 ആക്രമണം എന്നിവ അൽ ഖ്വയ്ദയുടെ പ്രധാനപ്പെട്ട ആക്രമണങ്ങളിൽ ചിലതാണ്. ഇവർ പാലസ്തീൻ, യമൻ, സൊമാലിയ, ബർമ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ മുസ്ലിം ഭൂമികൾ മോചിപ്പിക്കാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒബാമ ബിൻ ലാദനെ അൽ ഖ്വയ്ദയുടെ സ്ഥാപകനും പ്രധാന നേതാവുമായി അറിയപ്പെടുന്നത്. 2001 സെപ്റ്റംബർ 11 ആക്രമണങ്ങൾക്ക് ശേഷം ലോകശ്രദ്ധ നേടിയ സംഘടനയാണ് അൽ ഖ്വയ്ദ. അൽ ഖ്വയ്ദയ്ക്ക് നിരവധി അനുബന്ധ സംഘടനകളുമുണ്ട്. ഉദാഹരണത്തിന് യമനിലെ അൽ ഖ്വയ്ദ, AQAP, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ ഖ്വയ്ദ, AQIS എന്നിവയാണത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.